മണിപ്പൂരിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനിടെ സംഘർഷമുണ്ടായ 11 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടക്കും. വെടിവയ്പും വ്യാപക സംഘർഷവും ഉണ്ടായ ബൂത്തുകളിലാണ് ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നിർത്തിവെക്കേണ്ടി വന്നത്. അക്രമികൾ പോളിംഗ് സാമഗ്രികൾ ഉൾപ്പെടെ നശിപ്പിച്ചിരുന്നു. റീപോളിംഗിനായി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ബൂത്തുകളിൽ ഒരുക്കിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. ബൽറാം, ഗുഡ് മോർണിംഗ്. അങ്ങനെ 11 ബൂത്തുകളിലാണ് മണിപ്പൂരിൽ ഇന്ന് റീപോളിംഗ് നടക്കുന്നത്. അപ്പോൾ എത്രമാത്രം സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടങ്ങളിൽ? പ്രജിൻ, ഗുഡ് മോർണിംഗ്. വളരെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് മണിപ്പൂരിൽ ഇപ്പോൾ റീ പോളിംഗുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. ഒന്നാം ഘട്ട പോളിംഗിനിടെയും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. സംസ്ഥാന പോലീസിനൊപ്പം തന്നെ കൂടുതലും കേന്ദ്ര സേനാംഗങ്ങളെയാണ് ബൂത്തുകളിൽ വിന്യസിച്ചിരുന്നത്. എങ്കിൽ പോലും വ്യാപകമായ അക്രമം മണിപ്പൂരിലെ വിവിധയിടങ്ങളിൽ, പ്രത്യേകിച്ച് ഈസ്റ്റ് ഇംഫാൽ അടക്കമുള്ള ഇടങ്ങളിൽ വോട്ടെടുപ്പ് ദിവസം ഉണ്ടായിരുന്നു. അക്രമികൾ പോളിംഗ് ബൂത്തുകളിലേക്ക് ആയുധങ്ങൾ, തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി എത്തുകയും ക്യൂ നിൽക്കുകയായിരുന്ന വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും പോളിംഗ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ചിലയിടങ്ങളിൽ വോട്ട് ചെയ്യുകയും അതേസമയം മറ്റിടങ്ങളിൽ ഈ പോളിംഗ് സാമഗ്രികൾ തകർക്കുകയും ചെയ്തിരുന്നു. ഇത്തരം സംഭവങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന നടത്തുകയും തുടർന്ന് കടുത്ത രീതിയിൽ അക്രമം ഉണ്ടാവുകയും പോളിംഗ് തടസ്സപ്പെടുകയും ചെയ്ത 11 ഇടങ്ങളിലാണ് ഇന്ന് റീപോളിംഗ് നടത്താൻ നിശ്ചയിച്ചത്. അല്പസമയത്തിനകം തന്നെ ഈ റീപോളിംഗ് ആരംഭിക്കും. അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസിനൊപ്പം തന്നെ കേന്ദ്ര സേനാംഗങ്ങളെയും ഇവിടെ വിന്യസിക്കുകയും ശക്തമായ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.